Question: if the obtained frequency and the expected frequency in a given cell of the contingency table is 17 and 10 respectively, what would be the contribution of this cell to total chi-square value? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആദ്യം നമുക്ക് chi-squareന്റെ ഇക്വേഷൻ അറിയണം. chi-squareന്റെ ഇക്വേഷൻ സം ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി. ഈ ഒരു പാർട്ടിന്റെ സമ്മാണ് നമുക്ക് chi-square ആയിട്ട് കിട്ടുക. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു പർട്ടിക്കുലർ സെല്ലിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഒബ്റ്റൈൻഡ് ഫ്രീക്വൻസി എത്രയാണെന്നും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എത്രയാണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ ഒരു സെല്ല് മാത്രമായതുകൊണ്ട് സം ചെയ്യണ്ട. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 17 മൈനസ് 10 ഡിവൈഡഡ് ബൈ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. അപ്പോ 7 square divided by 10 equal to 49 divided by 10 equal to 4.9. ആൻസർ വരിക ബി ആണ്, 4.9. ഇതേ പാറ്റേണിലായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരിക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.